നീ ഒരിക്കലും നിൻ്റെ അച്ഛനെ പോലെ ആഗ്രഹങ്ങളില്ലാത്ത വ്യക്തിയാകരുത്. അതിനകത്ത് വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യനൊരു വലിയ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലെത്തുവാനുള്ള വലിയൊരു പ്രചോദനം കിട്ടുകയുള്ളൂ. പക്ഷേ ആഗ്രഹങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയായി പോകരുത്. ഒരു ഇറ്റ്സ് എ 50-50 എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അച്ഛനെ പോലെ ആകണം, അച്ഛനെ പോലെ നീ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കണം, അച്ഛനെ പോലെ കാര്യങ്ങളിൽ ഇടപെടണം, അച്ഛനെ പോലെ കാര്യങ്ങൾ സംസാരിക്കണം, ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുന്ന ഒരാളായിരിക്കണം, അച്ഛനെ പോലുള്ള സുഹൃത്തുക്കളെ നോക്കണം. പക്ഷേ എങ്കിൽ പോലും അച്ഛനെ പോലെ ചില കാര്യങ്ങളിൽ അച്ഛനെ പോലെ ആകരുത്. യഥാർത്ഥത്തിൽ അമ്മയുടെ ഉപദേശം സ്വീകരിച്ച് അങ്ങനെ ആകാൻ സാധിച്ചു? അല്ല, അമ്മയുടെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. അച്ഛനെ പോലൊരു വ്യക്തിയെ പോലൊരു വ്യക്തിയെ പോലെ ആകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ 100% അത് എനിക്ക് പൂർത്തീകരിക്കുവാനും സാധിച്ചിട്ടില്ല. അത് ഈ പൊമ്പിളയൊരുമ എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രതിഷേധം ഉണ്ടായി. അതെ, തോട്ടം തൊഴിലാളി മേഖലയിലെ പ്രതിഷേധം. അതെ, ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ, പെണ്ണുങ്ങൾ കാട്ടിൽ കയറുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം, അതെ മറ്റേ പണിക്കാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ എതിർത്തുകൊണ്ട് അന്ന് യൂത്ത് കോൺഗ്രസ് ഒരു സമരം ഏറ്റെടുക്കുന്നു. അത് കരിങ്കൊടി, അദ്ദേഹം അന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് വരുന്നു, കരിങ്കൊടി കാണിക്കുവാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു. നമ്മൾ കരിങ്കൊടി കാണിക്കുന്നു. അപ്പം അതിനുശേഷം നമ്മളെല്ലാം ഡിസ്പേഴ്സ് ആയിപ്പോയി. അവിടുത്തെ പോലീസുകാർ നമ്മളെ പറഞ്ഞു വിടുകയും നമ്മൾ അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഈ ഒരു പറ്റം പോലീസുകാർ വന്ന് എന്നെ പിടിച്ചു. എന്നെ മാത്രമേ അന്ന് അവർക്ക് പിടികിട്ടിയുള്ളൂ. അന്ന് അതിഭീകരമായി ആ കോമ്പൗണ്ടിലിട്ട് എന്നെ മർദ്ദിക്കുകയും പിന്നീട് ജീപ്പിനകത്തിട്ട് മർദ്ദിക്കുകയും ആ ജീപ്പ് ആ ജില്ലയിലൂടെ ഒരു 2-3 തവണ കറക്കി അതിനകത്തിട്ട് എന്നെ അതിഭീകരമായി മർദ്ദിച്ച്, ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ഞാൻ DC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് എനിക്കും സംസാരിക്കുവാനുണ്ട്. കാരണം ഞാൻ ആ 3 നിയോജകമണ്ഡലങ്ങൾ കഴിഞ്ഞപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. ഞാനതെല്ലാം കേട്ടുകൊണ്ടിരുന്നു, ഞാനത് ഉൾക്കൊണ്ടു, ഞാൻ മനസ്സാൽ അത് ഏറ്റെടുത്തു എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ അത് എൻ്റെ സഹപ്രവർത്തകരും ഇതിന് മുന്നിലിരിക്കുകയാണ്, ഈ വേദിക്ക് മുന്നിൽ ആ സദസ്സിലുണ്ട് എന്നുള്ളത്, ആ വേദിയിലുണ്ട് എന്നുള്ളത് എനിക്കും അറിയാം. അപ്പോൾ ഞാനാണ് അവരെ പ്രതിനിധീകരിച്ചത് പറയേണ്ടത്. എന്തുകൊണ്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നെങ്കിലും ഞാൻ പറയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 4ാമത്തെ നിയോജക മണ്ഡലത്തിൽ ആ മീറ്റിംഗ് വന്ന് അതേ ആറ്റിറ്റ്യൂഡ് കൂടി തന്നെ പല നേതാക്കളും അതിനകത്ത് ഉൾപ്പെട്ടുകൊണ്ട് നമ്മളെ പറഞ്ഞപ്പോൾ, വീണ്ടും വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എഴുന്നേറ്റ് ഞാൻ പ്രസിഡന്റ് പറഞ്ഞു, പ്രസിഡന്റ് എനിക്കും സംസാരിക്കാനുണ്ട്, ഈ പറഞ്ഞതിനൊക്കെ എന്താണ് നടക്കുന്നത് മറുപടി എനിക്ക് തരണം. അപ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഈ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അത് വളരെ പാടുപെട്ടാണ് നമ്മൾ ഓരോരുത്തരും, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഈ പറയുന്നത് പോലെ നിൽക്കുന്ന പല ചെറുപ്പക്കാരും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആ മീറ്റിങ്ങിൽ, അത് നേതാക്കന്മാരും ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നിരന്തരമായിട്ടുള്ള ഒരു ഭയങ്കര നമ്മളൊരു കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. അതായത് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയാണ്, യൂത്ത് കോൺഗ്രസ് അവിടെ എത്തുന്നില്ല, യൂത്ത് കോൺഗ്രസ് ഈ സംവിധാനത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഇത്. എൻ്റെ അമ്മ തന്ന ഒരു വലിയ ധൈര്യം, എൻ്റെ അച്ഛൻ തന്ന വലിയൊരു ധൈര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുക, ആ പാർട്ടിയാണ് ഒരു വലിയ ശരിയുടെ പാർട്ടിയാണ്, സത്യസന്ധതയുടെ പാർട്ടിയാണ്. പോരായ്മകളുണ്ട്, വീഴ്ചകളുണ്ട്, ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും ആശയപരമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്നതും നിലനിൽക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് അന്നും എന്നും വിശ്വസിച്ചിരുന്നു, അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തിജീവിതത്തെക്കുറിച്ചും സംസാരിക്കുവാൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനായ, കോൺഗ്രസ് സൈബർ പോരാളികളുടെ പോലും ആവേശമായ വിജയ് ഇന്ദുചൂടനാണ്. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ ചോദിക്കട്ടെ, താങ്കൾ ജീവിക്കുന്ന രക്തസാക്ഷിയുടെ മകൻ എന്ന പരിവേഷത്തോടു കൂടിയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമായി കടന്നു വരുന്നത്. താങ്കളുടെ പിതാവ് R. ഇന്ദുചൂടൻ KSUവിൻ്റെ കൊല്ലം ജില്ലാ അധ്യക്ഷനായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ആദ്യ അധ്യക്ഷനായിരുന്നു. അതിനുശേഷം ക്രൂരമായ ഒരു പോലീസ് മർദ്ദനത്തിൽ അദ്ദേഹത്തിന് ശരീരത്തിന് ഗുരുതരമായ പരിക്കുകളേക്കുകയും അതിനുശേഷം അതിൻ്റെ അരിഷ്ടതയോടുകൂടി ജീവിതകാലം കഴിച്ചു കൂട്ടുകയും ചെയ്തവരാണ്. അപ്പോൾ ഞാനെപ്പോഴും താങ്കളുടെ ഈ പശ്ചാത്തലം അറിഞ്ഞതിന് ശേഷം താങ്കളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പോകുന്നൊരു ചോദ്യം, ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഈ പോലീസ് ആക്ഷനെ സധൈര്യം നേരിടുവാനുള്ളൊരു ഊർജം എന്താണ്? അത് പിതാവിനോട് പോലീസ് ചെയ്തതിൻ്റെ പ്രതികാരം എന്ന വണ്ണമാണോ, അതോ
എന്താ അതിന് വളരെ വൈകാരികമായി, കാരണം താങ്കളുടെ അമ്മ എന്ത് പറയും എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഭർത്താവിന് സംഭവിച്ചത് കണ്ടിട്ടുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ മകൻ ഇങ്ങനെ ഒരു പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താവും എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല അത് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ അച്ഛൻ്റെ ആ ഒരു ഭയങ്കരമായുള്ള ഒരു പോലീസ് മർദ്ദനം, പിന്നീട് ഉണ്ടായിട്ടുള്ള ട്രോമയൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയൊരു ധൈര്യം തന്നത്. ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായി, പക്ഷേ അതിനുശേഷം ആ കുടുംബത്തിൽ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം ജീവിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു പ്രതികാരമൊന്നുമില്ല, അതിനകത്ത് പ്രതികാരത്തിൻ്റെ യാതൊരു വിധമായിട്ടുള്ള കാര്യങ്ങളുമില്ല. പക്ഷേ എൻ്റെ അമ്മ തന്ന ഒരു വലിയ ധൈര്യം, എൻ്റെ അച്ഛൻ തന്ന വലിയൊരു ധൈര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുക, ആ പാർട്ടിയാണ് ഒരു വലിയ ശരിയുടെ പാർട്ടിയാണ്, സത്യസന്ധതയുടെ പാർട്ടിയാണ്. പോരായ്മകളുണ്ട്, വീഴ്ചകളുണ്ട്, ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും ആശയപരമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുന്നതും നിലനിൽക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് അന്നും ഇന്നും എന്നും വിശ്വസിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. അമ്മയും അതിനോട് വേണ്ട, ഒരുപക്ഷെ അച്ഛൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചില ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അമ്മയ്ക്ക് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും രാഷ്ട്രീയക്കാരനാകുന്നതും ഒരു പൊതുപ്രവർത്തകനാകുന്നതും ഒരു ഫ്രണ്ട് സർക്കിളിൽ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് ഈ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്നതൊക്കെ അമ്മയ്ക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് ഏറ്റവും വലിയ ധൈര്യം തന്നതും. പിന്നെ പോലീസിനെയൊക്കെ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ അമ്മമാർക്കും ഉള്ളതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അവർക്കും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നാളിതുവരെ എന്നോട് ഒരിക്കൽ പോലും ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നോ അല്ലെങ്കിൽ നീ അതിന് പോകരുതെന്നോ നീ പിന്നാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒന്നും തീർക്കരുതെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ ഒരിക്കലും നിൻ്റെ അച്ഛനെ പോലെ ആഗ്രഹങ്ങളില്ലാത്ത വ്യക്തിയാകരുത്. ഇതിനകത്ത് വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യനൊരു വലിയ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലെത്തുവാനുള്ള വലിയൊരു പ്രചോദനം കിട്ടുകയുള്ളൂ. പക്ഷേ ആഗ്രഹങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിയായി പോകരുത്. ഇറ്റ്സ് എ 50-50 എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അച്ഛനെ പോലെ ആകണം, അച്ഛനെ പോലെ നീ സഹപ്രവർത്തകരെ ചേർത്ത് പിടിക്കണം, അച്ഛനെ പോലെ കാര്യങ്ങളിൽ ഇടപെടണം, അച്ഛനെ പോലെ കാര്യങ്ങൾ സംസാരിക്കണം, ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരുന്ന ഒരാളായിരിക്കണം, അച്ഛനെ പോലുള്ള സുഹൃത്തുക്കളെ നോക്കണം. പക്ഷേ എങ്കിൽ പോലും അച്ഛനെ പോലെ ചില കാര്യങ്ങളിൽ അച്ഛനെ പോലെ ആകരുത്. അത് ചില എടുത്തുചാട്ടങ്ങൾ, ചില മുൻകോപങ്ങൾ, അങ്ങനെയുള്ള ചില പിടിവാശികൾ, സ്റ്റബേണായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിൾ ആകണം. അങ്ങനെ ആകാൻ സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ചോരത്തിളപ്പുള്ള പിതാവിൻ്റെ ചോരത്തിളപ്പുള്ള മകൻ എന്ന നിലയിലേ നമുക്ക് ഇതുവരെയും താങ്കളെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ അമ്മയുടെ ഉപദേശം സ്വീകരിച്ച് അങ്ങനെ ആകാൻ സാധിച്ചിട്ടില്ല. അല്ല, അമ്മയുടെ ഉപദേശം സ്വീകരിച്ചിട്ടുണ്ട്. അച്ഛനെ പോലൊരു വ്യക്തിയെ പോലെ ആകണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ 100% അത് എനിക്ക് പൂർത്തീകരിക്കുവാനും സാധിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും രണ്ട് കാര്യങ്ങളിലാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ മാറി നമ്മുടെ ഇപ്പോൾ ഒരു 10, 15, 20 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ആയിരുന്നില്ല ഇപ്പോഴുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അന്ന് 24 മണിക്കൂറും രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകളായിരുന്നു നമ്മളുടെ ചെറുപ്പക്കാരല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരല്ല, പൊതുപ്രവർത്തകരല്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് പരിപൂർണമായും ഈ രാഷ്ട്രീയത്തിലേക്ക്, ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾക്ക് പാരലായിട്ട് വേറൊരു ഇൻകം ഉണ്ടാകണമെന്നുള്ളത് അവരുടേതായിട്ടുള്ള താല്പര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാവിലെ 10 മണിക്ക് ജോലിക്ക് പോയി വൈകിട്ട് 5 മണിക്ക് തിരിച്ചു വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരായിരിക്കാം. ഞാൻ എല്ലാവരും എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഭൂരിഭാഗം ആളുകൾ, അതെ, അതായത് രാഷ്ട്രീയം ഒരു ഉപജീവന മാർഗമായി കാണാൻ ആഗ്രഹിക്കില്ലാത്തവരാണ് കൂടുതലും. അവിടെ ഒരു ചോദ്യമുള്ളത്, താങ്കൾ ഒരു കരിയറിൽ നിന്ന് അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ 50-50 പോലും സാധ്യതകളില്ലാത്ത രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ നല്ലൊരു ജോലി സമ്പാദിച്ചിരുന്നു. അപ്പോൾ അത് ഉപേക്ഷിക്കുവാനുള്ള തീരുമാനം വ്യക്തിപരമായിരുന്നു? തീർത്തും വ്യക്തിപരമായിരുന്നു. മറ്റൊരാളും ഫോഴ്സ്ഫുള്ളി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതിന് മുൻപ് തന്നെ ഈ പറയുന്നത് സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ +1, +2 കാലങ്ങളിൽ ഈ പറയുന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് സജീവമായി. അന്ന് പക്ഷേ അറിയാമല്ലോ, അന്നൊരു 10-15 വയസ്സ് പ്രായമുള്ള ഒരാളുടെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നറിയാം. അതിന് മുൻപ് തന്നെ ഈ അച്ഛനുമായി ബന്ധപ്പെട്ട് ഇലക്ഷനുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ സജീവമായി ഞങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിനും ബാക്കിയുള്ള പോസ്റ്ററുകൾ ഒട്ടിക്കാനും അല്ലെങ്കിൽ ചെറിയ പ്രകടനങ്ങൾക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം സ്കൂളിൻ്റെ ആ ഒരു ലാസ്റ്റ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ +1, +2 കാലഘട്ടത്തിൽ യൂണിറ്റുകളിൽ
സജീവമായി നിൽക്കുന്നു. അതിനുശേഷം അവിടെ അടൂരാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അടൂർ പോയി പഠിക്കുമ്പോൾ ആ സമയത്ത് യൂണിറ്റുകൾ സജീവമായി ചില പ്രകടനങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ പോയി തുടങ്ങുന്നു. അതാണ് ഒരു കംപ്ലീറ്റ് നമ്മൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ തീർക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം വീട്ടിൽ നീ അക്കാഡമിക്സിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, നിനക്ക് നീ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പറഞ്ഞു വിടുന്നത് അച്ഛനും അമ്മയ്ക്കും അതൊരു നിർബന്ധമായ കാര്യമായിരുന്നു. അങ്ങനെയാണ് ഡിഗ്രി പഠനവുമായി ബന്ധപ്പെട്ട് ഒരു സജീവ ഇവിടുന്ന് പറിച്ചു മാറ്റപ്പെട്ട ഒരു സംവിധാനം ഉണ്ടാകുന്നതും അതിൽ കൂടെ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് മാറുന്നതും. അപ്പോഴും ഈ ഇടയ്ക്ക് അവധിക്കൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളുമായി പങ്കെടുക്കും. പിന്നെ അതിൽ നിന്ന് PG പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് അതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് തിരിച്ചിങ്ങി വരികയായിരുന്നു. വിജയ് ഇന്ദുചൂടനെ കുറിച്ച് പറയുമ്പോൾ ഒരു സെലിബ്രിറ്റി പൊളിറ്റിക്സിൻ്റെ ആളാണ്, റിയൽ രാഷ്ട്രീയത്തിൻ്റെ വക്താവാണെന്നൊക്കെ ചില വിമർശനങ്ങളും ഉയർന്നു വരാറുണ്ട്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റായിട്ട് കടന്നു വന്നയാളാണോ, അതോ എങ്ങനെയായിരുന്നു യൂത്ത് കോൺഗ്രസിലേക്കുള്ള ഒരു പ്രവേശനം എന്ന് പറയും? അല്ല, യൂത്ത് കോൺഗ്രസിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പോസ്റ്റ് വഹിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി. യൂത്ത് കോൺഗ്രസിൻ്റെ പോസ്റ്റ് വഹിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. ആ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി ഇരിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ്റെ മരണം. 2016 അച്ഛൻ മരിക്കുന്നു. ആ 2016 അച്ഛൻ മരിച്ചതിന് ശേഷം ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ MM മണി എന്ന് പറയുന്ന അന്നത്തെ മന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം ഏറ്റെടുക്കേണ്ടി വന്ന ആ പ്രതിഷേധത്തിൽ അതിഭീകരമായി മർദ്ദനമേറ്റിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് MM മണി വൈദ്യുതി മന്ത്രിയായിരിക്കെ അതിഭീകരമായ മർദ്ദനമേറ്റ ഒരാളാണ്. എന്താ സംഭവിച്ചത്? അത് ഈ പൊമ്പിളയൊരുമ എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രതിഷേധം ഉണ്ടായി. തോട്ടം തൊഴിലാളി മേഖലയിലെ പ്രതിഷേധം. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ, പെണ്ണുങ്ങൾ കാട്ടിൽ കയറുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം, മറ്റേ പണിക്കാണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ എതിർത്തുകൊണ്ട് അന്ന് യൂത്ത് കോൺഗ്രസ് ഒരു സമരം ഏറ്റെടുക്കുന്നു. അത് കരിങ്കൊടി, അദ്ദേഹം അന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് വരുന്നു, കരിങ്കൊടി കാണിക്കുവാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു. നമ്മൾ കരിങ്കൊടി കാണിക്കുന്നു. അപ്പം അതിനുശേഷം നമ്മളെല്ലാം ഡിസ്പേഴ്സ് ആയിപ്പോയി. അവിടുത്തെ പോലീസുകാർ നമ്മളെ പറഞ്ഞു വിടുകയും നമ്മൾ അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് ഈ ഒരു പറ്റം പോലീസുകാർ വന്ന് എന്നെ പിടിച്ചു. എന്നെ മാത്രമേ അന്ന് അവർക്ക് പിടികിട്ടിയുള്ളൂ. അന്ന് അതിഭീകരമായി ആ കോമ്പൗണ്ടിലിട്ട് എന്നെ മർദ്ദിക്കുകയും പിന്നീട് ജീപ്പിനകത്തിട്ട് മർദ്ദിക്കുകയും ആ ജീപ്പ് ആ ജില്ലയിലൂടെ ഒരു 2-3 തവണ കറക്കി അതിനകത്തിട്ട് എന്നെ അതിഭീകരമായി മർദ്ദിച്ച് ഞാൻ ഏകദേശം ഒരു 5-6 ദിവസം ഹോസ്പിറ്റലായിരുന്നു. ഇത് 2016 കാര്യമാണ് ഞാൻ പറയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ അന്ന് എന്നെ മർദ്ദിക്കുകയും അന്ന് ഹോസ്പിറ്റലാവുകയും പിന്നീട് അതിനുശേഷം ജയിലിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതാണ് ആ സമയത്ത് ഞാൻ ആദ്യമായി ഉണ്ടാകുന്ന പോലീസ് മർദ്ദനം, ജയിൽ അനുഭവമെല്ലാം ഒരുമിച്ചാണ്. പോലീസ് മർദ്ദനവും കിട്ടി, ജയിൽവാസവും ഉണ്ട്. അതിന് മുൻപ് സമരങ്ങളിലൊക്കെ പങ്കെടുക്കലും പോലീസ് ലാത്തി ചാർജ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിലേക്കുള്ള മനസ്സിലായി. അത് കുറച്ചുകൂടെ ആ കാലഘട്ടത്തിലാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ മോഡലിൽ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ പോലും രക്ഷപ്പെട്ടു മാറുമായിരുന്നു. അത് കുറച്ചുകൂടെ ചെറുതായിരുന്നു. ക്രൂരമായ മർദ്ദനമാണ് അന്നേറ്റത്. ക്രൂരമായ മർദ്ദനം. ആശുപത്രിവാസം ഉണ്ടായി. അപ്പൊ ആശുപത്രിയിൽ അറസ്റ്റിലാണോ നിങ്ങൾ? അറസ്റ്റിലായിരുന്നു. അന്നത്തെ അറസ്റ്റിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു മെഡിക്കൽ ഇത് വേണമെന്നുള്ള ഇതിലാണ് ഡോക്ടർ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നതും. അന്ന് അണ്ടർ പോലീസിൻ്റെ ഒരു കൺട്രോളിലായിരുന്നു ഞാൻ ഏകദേശം 5 ദിവസത്തോളം. അന്ന് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് കഴിഞ്ഞ് 26-ാം തീയതിയോ 27-ാം തീയതിയോ ആണ് ഞാൻ ഹോസ്പിറ്റലാകുന്നത്. ഹോസ്പിറ്റലായി കഴിഞ്ഞതിന് ശേഷം 5 ദിവസം, അന്നത്തെ ന്യൂ ഇയർ ഞാനിപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലാണ്. അതിനുശേഷം ആ 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പോലീസ് വന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി നേരെ കോടതിയിലേക്ക് കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ അറസ്റ്റിൽ കഴിഞ്ഞത് കൂടാതെ അന്ന് തന്നെ ആ ജുഡീഷ്യൽ കസ്റ്റഡി ജയിലിലേക്കും പോയി. ജുഡീഷ്യൽ കസ്റ്റഡി കഴിഞ്ഞിട്ട് എന്നെ നേരെ റിമാൻഡ് ചെയ്ത് ഏകദേശം 2 ദിവസം 3 ദിവസത്തോളം ജയിലിലായിരുന്നു ഞാൻ. 3 ദിവസം. എത്ര വട്ടം ജയിലിൽ പോയിട്ടുണ്ട് ഇതുവരെ? 2 വട്ടത്തിന് മുകളിൽ ജയിലിൽ പോയിട്ടുണ്ട്. 2 വട്ടം. ഈ അടുത്ത കാലത്ത് ശബരിമല പ്രക്ഷോഭം, ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് സന്ദീപ് വാര്യരും താങ്കളും എല്ലാം നടത്തിയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതായിരുന്നു അത് 10 ദിവസത്തെ ജയിൽവാസം. 10 ദിവസത്തെ ജയിൽവാസമായിരുന്നു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം പിന്നെ ഏത് പദവിയാണ്? ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ചു. പക്ഷേ അന്ന് കമ്മിറ്റിക്കകത്തേക്ക് ഞാൻ പരാജയപ്പെട്ടു പോയി. അതിനുശേഷം ജില്ലാ വൈസ് പ്രസിഡന്റായിട്ട് നോമിനേറ്റ് ചെയ്തു. അതിനുശേഷം ഇലക്ഷൻ, വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വരുന്നു. അന്ന് ജില്ലാ പ്രസിഡന്റായി മത്സരിക്കുന്നു. ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച് വിജയിക്കുന്നു.
അപ്പം അതും കോൺഗ്രസിലെ അധികാര സമവാക്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിജയമായിരുന്നു എന്ന് ആ ഘട്ടത്തിൽ വിലയിരുത്തലുകൾ വന്നിരുന്നു. പ്രബല ഗ്രൂപ്പുകളോട് എതിരിട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിച്ച ആളെന്നൊക്കെ ഒരു പരിവേഷമുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധമുണ്ടോ, സൗഹൃദമുണ്ടോ? പിന്നെ ഉണ്ട്, സൗഹൃദമുണ്ട്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ താങ്കൾ പ്രസിഡന്റായ കമ്മിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അപ്പം നിരന്തരമായിട്ടുള്ള കോൺടാക്ട്സും ബാക്കിയുള്ള എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും വിളിക്കുന്നത് പോലെ തന്നെയും പ്രത്യേകിച്ചും അതിൽ ഉപരി അദ്ദേഹത്തിൻ്റെ ജില്ല കൂടി ആയതുകൊണ്ട് അദ്ദേഹം ഞങ്ങൾ നടത്തി അല്ലെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളെല്ലാം അന്ന് ഞങ്ങളോടൊപ്പം മത്സരിച്ചിരുന്ന ഭാരവാഹികളെല്ലാം ഈ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിലും അത് ആ സമയത്ത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് മത്സരം. അതിനുശേഷം പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. എല്ലാ പാർട്ടികളിലും ചില സൗന്ദര്യ പിണക്കങ്ങളും ഈ പറയുന്നത് പോലെ അഭിപ്രായ വ്യത്യാസങ്ങളും അതിനുള്ള സ്വാതന്ത്ര്യവും ഈ പ്രസ്ഥാനത്തിൽ കുറച്ച് കൂടുതലാണെന്ന് നമുക്കറിയാം. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും എൻഡ് ഓഫ് ദി ഡേ യൂത്ത് കോൺഗ്രസ്സിന് ഒരു ബെനിഫിഷ്യലായ ഒരു കാര്യം വരുമ്പോൾ ഞങ്ങൾ അതിനെ എതിർത്ത് ഒരിക്കലും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു നേതാവ് ഉയർന്നു വന്ന ജില്ലയിൽ നിന്ന് തന്നെ വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് താങ്കൾ. പലപ്പോഴും ഈ അഭിപ്രായ പ്രകടനങ്ങൾ അത് മുഖം നോക്കാതെ പറയുന്ന ഒരാളാണ് എന്നൊരു പരിവേഷം വരുന്നത് ഒരു വീഡിയോ പുറത്തു വരുന്നതോട് ഒരു പാർട്ടി യോഗത്തിൽ താങ്കൾ പറയുകയുണ്ടായി, ഈ വേദിയിലിരിക്കുന്ന നേതാക്കൾ ഇവരിൽ എത്ര പേരുടെ മക്കൾ KSUവിലും യൂത്ത് കോൺഗ്രസ്സിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണമെന്ന്. അത്തരമൊരു വിമർശനം ഉയർത്താനിടയായ സാഹചര്യം എന്തായിരുന്നു? വളരെ വൈകാരികമായ ഒരു വിമർശനമായിരുന്നു, അതോ പാർട്ടിയുടെ മുന്നോട്ടുള്ള ഒരു പോക്ക്? കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഘട്ടത്തിലൊക്കെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന സംവിധാനം ഇപ്പോഴുള്ള ഒരു അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് താങ്കൾ. അപ്പോൾ ഒരു നിരാശയിൽ നിന്ന് ഉണ്ടായ ഒരു വൈകാരികമായ പ്രകടനമായിരുന്നു. ഒരു വൈകാരികമായ പ്രകടനമാണോ എന്ന് ചോദിച്ചാൽ വൈകാരികത അതിനകത്തുണ്ടായിരുന്നു. അത് സിറ്റുവേഷൻ നമ്മൾ ഈ പുറത്തുള്ള ആളുകൾ പറയുന്നത് പോലെയൊന്നുമല്ല. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു. എനിക്ക് കിട്ടിയ ടൈം അന്ന് ആ പ്രസംഗം നടത്തുന്ന സമയം ഏകദേശം 1 വർഷം അടുക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ 1 വർഷമായിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അന്ന് ഈ പറയുന്നത് പോലെ AICCയുടെ ഒരു സെക്രട്ടറി വന്ന് ചില യോഗങ്ങൾ, പാർട്ടിയുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള ചില യോഗങ്ങളായിരുന്നു. ആ സമയത്ത് യോഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഇതുപോലെ യൂത്ത് കോൺഗ്രസ് നമുക്കറിയാം, നമുക്ക് പോരായ്മകളുണ്ട്, നമുക്ക് പ്രതിസന്ധികളുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ഈ പാർട്ടിക്ക്. ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എൻഡ് ഓഫ് ദി ഡേ ഇത് പഴയ ഒരു കാലഘട്ടമല്ല. അന്നത്തെ യൂത്ത് കോൺഗ്രസ് അല്ല ഇന്നുണ്ടായിരുന്ന യൂത്ത്. അതല്ല ഞാൻ എൻ്റെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയത്തിനും അതിൻ്റെതായിട്ടുള്ള ശൈലിയിലുമെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഈ യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെയുണ്ട്. അത് വളരെ പാടുപെട്ടാണ് നമ്മൾ ഓരോരുത്തരും, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ഈ പറയുന്നത് പോലെ നിൽക്കുന്ന പല ചെറുപ്പക്കാരും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആ മീറ്റിങ്ങിൽ അത് നേതാക്കന്മാരും ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നിരന്തരമായിട്ടുള്ള ഒരു ഭയങ്കര നമ്മളൊരു കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി. അതായത് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെയാണ്, യൂത്ത് കോൺഗ്രസ് അവിടെ എത്തുന്നില്ല, യൂത്ത് കോൺഗ്രസ് ഈ സംവിധാനത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഒരു പാർട്ടി, അവരും പറയുന്നത് ഈ പാർട്ടി ഫോറത്തിലാണെങ്കിൽ പോലും ഞാൻ ആ വേദിയിലിരിക്കുമ്പോൾ ഞാൻ അടങ്ങുന്ന അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർ അടങ്ങുന്ന ഒരു സംഘടനയെക്കുറിച്ചാണ് നിരന്തരം രാവിലെ മുതൽ അടുത്ത മീറ്റിങ്ങിൽ. ഇപ്പോൾ 5 നിയോജക മണ്ഡലങ്ങളാണ് നമുക്കുള്ളത്. ഈ 5 നിയോജക മണ്ഡലങ്ങളിലും ഏകദേശം 3 നിയോജക മണ്ഡലങ്ങളും ഞാൻ വേദിയിലിരിക്കുമ്പോൾ ഇവർ ഇത് തന്നെയാണ് പറയുന്നത്. ഒരു മൊറലിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് വ്യക്തിപരമായി പോലും നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം വന്നു അതിനകത്ത്. കാരണം എല്ലാവരും എന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നു, ഇയാൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ വരുന്നില്ല, യൂത്ത് കോൺഗ്രസ് ഞങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് മീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കും അറിയാം. പക്ഷെ നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനം എൻ്റെ കയ്യിലേക്ക് വന്നത് ഏകദേശം ഒരു 9 മാസമേ ആയിട്ടുള്ളൂ. ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ശ്രമിക്കാം, പക്ഷേ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി
എന്താ പറയുക, നമുക്കൊരു ഒരു ഒരു കൈത്താങ്ങ് തരുന്നതിന് പകരം ഭയങ്കരമായി അത് കുറച്ച് കൂടുതലായി എന്നുള്ള ക്രിറ്റിസിസം വന്നു എന്നുള്ളത് എനിക്കൊരു അഭിപ്രായമുണ്ടായി. സ്വാഭാവികമായി അന്ന് പാർട്ടിക്കും നിങ്ങൾക്കും എല്ലാം വളരെ ആശങ്കകൾ, മുന്നണിയുടെയും പാർട്ടിയുടെയും ഭാവിയെ കുറിച്ച് ആശങ്കകളുള്ള ഒരു സമയമായി ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു, പേഴ്സണലി എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് 4ാമത്തെ നിയോജകമണ്ഡലമായപ്പോഴത്തേന് ഇതങ്ങ് നമ്മളുടെ കൈവിട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ഞാൻ DC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് ഞാൻ പറഞ്ഞു, പ്രസിഡന്റ് എനിക്കും സംസാരിക്കുവാനുണ്ട്. കാരണം ഞാൻ ആ 3 നിയോജകമണ്ഡലങ്ങൾ കഴിഞ്ഞപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. ഞാനതെല്ലാം കേട്ടുകൊണ്ടിരുന്നു, ഞാനത് ഉൾക്കൊണ്ടു, ഞാൻ മനസ്സാൽ അത് ഏറ്റെടുത്തു എന്നുള്ളത് എനിക്കും അറിയാം. പക്ഷെ അത് എൻ്റെ സഹപ്രവർത്തകരും ഇതിന് മുന്നിലിരിക്കുകയാണ്. ഈ വേദിക്ക് മുന്നിൽ ആ സദസ്സിലുണ്ട് എന്നുള്ളത്, ആ വേദിയിലുണ്ട് എന്നുള്ളത് എനിക്കും അറിയാം. അപ്പോൾ ഞാനാണ് അവരെ പ്രതിനിധീകരിച്ചത് പറയേണ്ടത്. എന്തുകൊണ്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നെങ്കിലും ഞാൻ പറയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 4ാമത്തെ നിയോജകമണ്ഡലത്തിൽ ആ മീറ്റിംഗ് വന്ന് സെയിം അതേ ആറ്റിറ്റ്യൂഡ് കൂടി തന്നെ പല നേതാക്കളും അതിനകത്ത് ഉൾപ്പെട്ടുകൊണ്ട് നമ്മളെ പറഞ്ഞപ്പോൾ വീണ്ടും വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എഴുന്നേറ്റ് ഞാൻ പ്രസിഡന്റ് പറഞ്ഞു, പ്രസിഡന്റ് എനിക്കും സംസാരിക്കാനുണ്ട്, ഈ പറഞ്ഞതിനൊക്കെ എന്താണ് നടക്കുന്നത് മറുപടി എനിക്ക് തരണം. അങ്ങനെയാണ് ആ ഒരു വികാര പ്രകടനം ഉണ്ടാകുന്നതും ആ വീഡിയോ കേരളമെമ്പാടും വൈറലാകുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അതോടുകൂടിയാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് അറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സമരങ്ങൾ. എത്ര വട്ടം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്? മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് ഏകദേശം 3 വട്ടമാണെന്ന് തോന്നുന്നു. ഈ 2 വർഷത്തിൽ 3 വട്ടം ഞങ്ങൾ കരിങ്കൊടി കാണിച്ചു. എല്ലാ പ്രാവശ്യവും പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം, ലാത്തി ചാർജ് ഒക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങൾ പിന്നെ ഉണ്ടായിരുന്നു. അത് ഈ ലാസ്റ്റ് കരിങ്കൊടി കാണിച്ച ഒരു സമയമെന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 ആഴ്ചയായിട്ടേ ഉള്ളൂ. അദ്ദേഹം ഒരു ജില്ലാ സെക്രട്ടേറിയറ്റിന് വന്നതാണ്. അദ്ദേഹം ജില്ലയിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് പത്മകുമാർ എന്ന് പറയുന്ന ഞങ്ങളുടെ മുൻ MLA, അതായത് കോന്നി നിയമസഭാ മണ്ഡലത്തിന്റെ മുൻ MLA, അന്നും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ഇപ്പോഴും മാറ്റിയിട്ടില്ല, അദ്ദേഹം വന്ന മീറ്റിംഗിൽ മാറ്റിയിട്ടില്ല, അതിനെതിരെ ഒരു വിമർശനം പോലും ഉണ്ടായിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കൂടിയാന്ന് തോന്നുന്നല്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ അന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രതിഷേധം അറിയിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസുകാരും പോലീസ് സംവിധാനങ്ങളും എല്ലാം പറഞ്ഞു, യാതൊരു കാരണവശാലും ഞങ്ങളത് ഈ പ്രാവശ്യം നടത്തിക്കില്ല എന്നുള്ള പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായി അത് നമ്മൾ ഏറ്റെടുത്തു. പല ആളുകളോടും പറഞ്ഞു, പല ആളുകളും, പക്ഷേ ജില്ല മുഴുവൻ അവർ പോലീസിനെ അണിനിരത്തി. അപ്പം നമ്മൾ അതൊരു കുറച്ചുകൂടി ഒരു നമ്മളുടെ ഒരു ഒരു ആത്മാഭിമാനമായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളത് ആ സമയത്ത് കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി കാണിച്ചത് അതിനകത്തൊരു ഉണ്ടായ ഒരു പ്രശ്നം, എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായി ഹേർട്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞത്, ഈ CM എസ്കോട്ട് വണ്ടി വന്ന് ഡോറ് തുറന്നാണ് നമ്മൾ പിടിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മളെ എതിർക്കുകയാണ്. അത് നമ്മൾ കരിങ്കൊടി കാണിച്ചാൽ നമ്മളെ തട്ടി താഴെ ഇടാനായിട്ട് വരുന്നു. ഞാനൊരു തലനാരിഴയ്ക്ക് അതിനകത്തൊന്ന് രക്ഷപ്പെട്ടു മാറി. അതായത് ഈ ഡോറ് തുറന്നപ്പോൾ എന്നെ തട്ടാതെ നേരെ ഡോറ് മാറി ചെന്ന് തട്ടിയതൊരു പാവം പിടിച്ച പോലീസുകാരൻ്റെ ദേഹത്താണ്. അങ്ങനെ സംഭവം ഉണ്ടായി. പോലീസുകാരൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ മീഡിയ അന്ന് എന്നെ അറസ്റ്റ് ചെയ്യുന്നു, എന്നെയും എൻ്റെ സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ വാങ്ങിച്ചു വെച്ചു. അതുകൊണ്ട് യാതൊരു കാരണവശാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ പോലീസുകാരന് പരിക്ക് പറ്റിയോ? പോലീസുകാരൻ്റെ കൈ ഒടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സർജറി ആയിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഇടിച്ച് ഒരു പോലീസുകാരന് പരിക്ക് പറ്റി, അയാളുടെ കൈ ഒടിഞ്ഞ് സർജറി ആയിരുന്നു. ഹരികൃഷ്ണൻ എന്ന് പറയുന്ന ആറന്മുള സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ്റെ കൈയാണ് ഒടിഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടക്കം എൻ്റെ കയ്യിലുണ്ട്. അതായത് പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് യൂത്ത് കോൺഗ്രസ്സുകാരെ വിട്ട് പോലീസുകാർക്കും ജീവൻ രക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയണം. അതിനകത്ത് ഞാൻ പേഴ്സണലി നമ്മൾ ഏറ്റെടുത്ത ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞത്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നമുക്ക് പേഴ്സണലി പരിചയമുള്ളൊരു പോലീസുകാരനാണ്. ഞാൻ പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ ഒരു അധീനതയിൽ തന്നെ ആ ചികിത്സ മുഴുവൻ നമ്മൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞ ശുദ്ധമായ അസംബന്ധമല്ലേ. നമ്മൾക്ക് പ്രതിഷേധത്തിനെ നമുക്ക് എങ്ങനെയെങ്കിലും തടയിട്ട് നിർത്താം, പക്ഷേ അതിനുവേണ്ടി ഈ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി എന്നൊക്കെ ഇവർ പറയപ്പെടുന്നു. ഒരു കരിങ്കൊടി പ്രതിഷേധത്തിൽ എന്ത് ജീവന് ഭീഷണി വരാനാണ് അദ്ദേഹത്തിന്? അല്ലത് അതൊരു ഈഗോയുടെ പ്രശ്നമാണെന്ന് കേരളത്തിലൊരു പൊതുബോധം തന്നെ അങ്ങനെ നിലനിൽക്കുന്നു. പക്ഷേ ആ വണ്ടി ഇടിച്ച പോലീസുകാരൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നില്ലെങ്കിൽ പോട്ടെ, കരിങ്കൊടി കാണിച്ച ഞാൻ എന്നെ അങ്ങ് മാറ്റി നിർത്താം, എൻ്റെ സഹപ്രവർത്തകർക്കോ എന്തെങ്കിലും ഒരു പ്രതിഷേധമല്ലേ അത്? ഇതാദ്യമായി വിജയേന്ദ്ര ചൂടൻ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റെടുക്കുന്ന പ്രതിഷേധമൊന്നുമല്ലല്ലോ കരിങ്കൊടി. സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം എത്രയോ പ്രാവശ്യം എത്രായിരം കരിങ്കൊടികൾ, അത് UDF ഇരുന്നപ്പോഴും LDF ഇരുന്നപ്പോഴും ബാക്കിയുള്ള മന്ത്രിമാർക്കെതിരെയും ഒക്കെ ഈ SFIയും DYFIയും ഒക്കെ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞവരാണ് ഇന്ന് ഈ പ്രതിഷേധ സമരങ്ങളോട് മുഖ്യമന്ത്രിയായിരിക്കും കല്ലെറിഞ്ഞവരാണ്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, UDF അധികാരത്തിലേക്ക് എത്തുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും 100%. UDF അധികാരത്തിലേക്ക് എത്തിയാൽ ഒരു 10 കാലമായി
നിങ്ങൾ ഒരുപാട് അടിച്ചമർത്തലുകൾ നേരിട്ടിട്ടുണ്ട്. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല, SFIയുടെയും DYFIയുടെയും CPMൻ്റെയും CITUവിൻ്റെയും എല്ലാം ഒരു അക്രമോത്സുകമായ രാഷ്ട്രീയത്തിന് ഇരയായവരാണ് കേരളത്തിലെമ്പാടുമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു ശൈലി എന്തായിരിക്കും? ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇതിനൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങളെപ്പോലുള്ള യുവ നേതാക്കൾ വൈകാരികമായി സമരമുഖത്ത് പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ നിന്നെയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചടിക്കുമോ? തിരിച്ചടിക്കാനുള്ളതല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ലേബൽ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ പറയുമ്പോൾ പോലും ഈ പറയുന്ന എത്രയോ സമരമുഖത്ത് എത്രയോ ആളുകളുടെ തല പൊട്ടി അല്ലെങ്കിൽ തല ടാർഗറ്റ് ചെയ്തിട്ട് ഈ പോലീസുകാരൊക്കെ അടിക്കുന്നുണ്ട്. ഈ തലയടക്കം മുഖമടക്കം പോലീസിനെ ഒഴിവാക്കുന്നു. DYFIക്കാർക്കും SFIക്കാർക്കും CITUക്കാർക്കും CPMക്കാർക്കും അവരുടെ ഗുണ്ടാ ശൈലിക്ക് നിങ്ങൾ മറുപടി നൽകുമോ? മറുപടി നൽകുമെന്ന് ചോദിച്ചാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുവാനുള്ള മറുപടിയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസം. ഒരു ഗാന്ധിയൻ്റെ മാർഗമായിട്ടൊന്നും കണക്കാക്കണ്ട. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജനങ്ങൾ, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, ജനങ്ങൾ, നമ്മളുടെ സഹപ്രവർത്തകർ, ഇവിടുത്തെ അമ്മമാർ, ഇവിടുത്തെ കുടുംബങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആരുടെ ദേഹത്ത് ചോര പൊടിഞ്ഞാലും ആ ചോര പൊടിയുന്നതിനെ സംബന്ധിച്ച് വിഷമിക്കുവാൻ അവൻ്റെ വീട്ടിലൊരു അച്ഛനോ അമ്മയോ അവൻ്റെ സഹോദരങ്ങളോ ഉണ്ടാവും. അത് വസ്തുതാപരമായിട്ടുള്ള സത്യമാണ്. ഈ ഞങ്ങളുടെ KSUകാരെയും ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാരെയും ഒക്കെ ഈ മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ അവർ കേസിൽ ഉൾപ്പെടുത്തുന്നു. ഈ പറയുന്ന പോലെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇവർ ഓടിച്ചിട്ട് മർദ്ദിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരണം കയ്യിൽ വെച്ചുകൊണ്ട് ഇവരിതൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്കും അറിയാം. അതേ നാണയത്തിലൊന്നും തിരിച്ചടിക്കുവാൻ ഞങ്ങൾ ആളല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അതിനെ മുതിരില്ല, അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ പഴയകാല ഈ പറയുന്നത് പോലെ ഒരു ഗാന്ധിയൻ മാർഗം കൊണ്ടു നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആളുകളൊന്നുമല്ല ഞങ്ങളുടെ ശൈലി മാറ്റമുണ്ട്. ഞങ്ങളുടെ ചോര പൊടിഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സമാനതകളില്ലാത്ത ഒരുപാട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തെമ്മാടിത്തരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് ചോദിക്കും, കേരളത്തിലെ കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു സമീപം ഇതൊരു സതീശൻ കഞ്ഞിക്കുഴി മോഡൽ പോരാ എന്നൊരു അഭിപ്രായം ഒരുപാട് യൂത്ത് കോൺഗ്രസ്സിനുള്ളിലൊക്കെ ഉയർന്നു വരുന്നതായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു ശൈലി മാറ്റം, അതായത് ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ തെരുവുകളിൽ നിങ്ങളുടെ പ്രവർത്തകരെ സംരക്ഷിക്കുവാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരായി. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനകത്ത് യാതൊരു ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ പറഞ്ഞതുപോലെ നോ കോംപ്രമൈസ്. അതിനകത്തൊന്നും അങ്ങനെ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തക ജനതയാണ് ഇന്ന് വളർന്നു വരുന്നത്. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സിലും ഈ പറയുന്ന കേരള വിദ്യാർത്ഥി യൂണിയനിലുമൊക്കെ ഇപ്പോഴുള്ളൊരു ജനറേഷൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ തലമുതിർന്ന ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സിലും KSUവിലും നിൽക്കുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിലേക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖ്യധാര ആ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന ആളുകളെല്ലാം ചിന്തിക്കുന്നതും ഉൾക്കൊള്ളുന്നതും അവർ പറയപ്പെടുന്നതും ഇതേ രാഷ്ട്രീയം തന്നെയാണ്. പഴയകാല അല്ലെങ്കിൽ ഈ പറയുന്ന ഗാന്ധിയൻ മാർഗം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമൊന്നുമല്ല. ഞങ്ങളുടെ പ്രവർത്തകരെ, ഞങ്ങളുടെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ആളുകളെ, ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാരെയൊക്കെ നാളുകളിൽ ഞങ്ങൾ ഏത് വിധേനയും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ പ്രതിബദ്ധരാണ്. അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും.